എല്ലാവർക്കും നമസ്കാരം. ആൻ്റണി മലയാറ്റൂർ ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വെണ്ട വിത്ത് നമുക്ക് എങ്ങനെ സീഡിംഗ് ട്രേയിൽ മുളപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ വീണ്ടും കിട്ടുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. വെണ്ട വിത്ത് നമുക്ക് നടാനായിട്ട് ഇതുപോലെ ഒരു സീഡ്ലിംഗ് ട്രേ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. 30 രൂപയാണ് ഇതിൻ്റെ വില. 30, 20 അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിലകൾ. നമ്മൾ അഗ്രികൾച്ചർ സംബന്ധമായിട്ടുള്ള കടകളിൽ ചെന്ന് ചോദിച്ചാൽ, വിത്തുകളൊക്കെ മേടിക്കാൻ കിട്ടുന്ന കടകളിൽ ചെന്ന് ചോദിച്ചാൽ ഇത് കിട്ടും. വെണ്ട വിത്തുകളൊക്കെ നമുക്ക് നടാനായിട്ട് സീഡ്ലിംഗ് ട്രേ ആണ് ഏറ്റവും നല്ലത്. ചില വിത്തുകൾ നമ്മൾ നേരിട്ട് മണ്ണിൽ നടാറുണ്ട്, അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ മണ്ണെടുത്ത് അതിൽ നമ്മൾ വിത്തുകൾ നേരിട്ട് പാകാറുണ്ട്. ഇതിനേക്കാൾ നല്ലത് വെണ്ട വിത്തൊക്കെ നമുക്ക് പാകാനായിട്ട് ഇതുപോലെ സീഡ്ലിംഗ് ട്രേ ആണ് നല്ലത്. ഇത് ചകിരിച്ചോറാണ്. ചകിരിച്ചോറ് നമുക്ക് ഇതുപോലെ കട്ട നമുക്ക് മേടിക്കാൻ കിട്ടും. 110 രൂപ, 150 അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ്. ഇതിപ്പോൾ ഞാൻ കട്ട ഉണ്ടായത് പൊടിച്ചിട്ട് ഞാൻ എപ്പോൾ ആവശ്യത്തിന് വേണ്ടി എടുത്തിരിക്കുന്നതാണ്. നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമ്മളത് ചെറുതായിട്ട് നനച്ചു കൊടുക്കുക. നമുക്ക് ആദ്യം ഈ കൊക്കോപ്പീറ്റ് നമുക്ക് ഇതിലേക്ക് നിറയ്ക്കാം. അങ്ങനെ പെട്ടെന്ന് നമുക്ക് നിറച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ വേറൊരു സീലിംഗ് ട്രേ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്കിതുപോലെ വിത്തിടാനുള്ള ചെറിയ കുഴി കിട്ടും. നമ്മൾ നടാനായിട്ട് എടുത്തിരിക്കുന്ന ഈ വെണ്ടയുടെ വിത്ത് പ്രതിഭ എന്ന ഒരു കമ്പനിയുടെയാണ്. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വിത്താണിത്. അപ്പോൾ നമ്മൾ ഈ വിത്ത് നമ്മൾ ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഞാൻ സാധാരണ ചെയ്യാറ്, തലേ ദിവസം കിടക്കാൻ പോകുന്നതിന് മുമ്പ് വിത്ത് ഒരു ചെറിയൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് ആ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണ് പതിവ്. എന്നിട്ട് അത് രാവിലെ എടുത്ത് നമ്മളത് വിത്ത് പാകുകയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. അപ്പോൾ നമ്മൾ വിത്ത് എടുക്കുമ്പോൾ എപ്പോഴും ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ വിത്ത്. വേണ്ട, ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച വിത്താണ്. ഇപ്പോൾ രാവിലെ നമ്മളെടുത്തു. നമുക്ക് ഈ വിത്ത് സീഡ്ലിംഗ് ട്രേയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇടുകയാണ്. ചകിരിച്ചോറ് അധികം നമ്മൾ താത്താൻ പാടില്ല. താത്തിക്കഴിഞ്ഞാൽ വിത്ത് മുളയ്ക്കാനായിട്ട് ഇച്ചിരി താമസം എടുക്കും. ഇപ്പോൾ എല്ലാ വിത്തും ആയിട്ടുണ്ട്. ഒരു 3 കുഴി മാത്രം നമുക്ക് വെറുതെയാണ്. ഇനി നമുക്ക് ഈ ചകിരിച്ചോറ് ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഇതിന് നമുക്ക് തളിച്ചു കൊടുക്കാം.
ഇനിയൊരു 3-4 ദിവസം ആകുമ്പോഴേക്കും ഇത് മുളച്ചു തുടങ്ങും. നമ്മൾ വെണ്ട വിത്ത് ഇങ്ങനെയാണ് മുളപ്പിക്കാറ്. ശേഷം നമുക്ക് വിത്ത് മുളച്ചതിന് ശേഷം നമുക്ക് കാണാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആന്റണി മലയാറ്റൂർ ടിപ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കുക. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.